ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ്. ഇവിടെ എല്ലാവരോടും പറയണമെന്ന്, ഞാൻ എൻ്റെ സ്വന്തം തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ ഞാൻ പോണില്ല. ഞാൻ പോണത് ഒരു 2 തെങ്ങുണ്ട്, അത് കയറി കൊടുക്കാൻ വേണ്ടി 2-3 ദിവസമായി വിടാതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഞായറാഴ്ച ദിവസം നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലെ പോവാണ്. 2 തെങ്ങ് കയറി കൊടുത്താൽ 3000 പെട്ടു. പിന്നെ അതിമത്തെ ഇളനീനൊന്നുമില്ല, ഇളനീനൊക്കെ അവരെടുക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് 2-3 തെങ്ങ് വേറെ ഉണ്ട്, അത് 4000 രൂപ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ ദിവസമായി വിളിച്ചിട്ട് വായാണ്ട് അത് വേറെ വലിയവരെ കൊണ്ട് പറിപ്പിച്ചോ ഇല്ല എന്നുള്ളത് അതൊക്കെ അറിയില്ല കേട്ടാ. ഞാൻ വരാണ്ട് ഒരാഴ്ചയ്ക്ക് വരാൻ പോകാൻ പറ്റണ്ട. എൻ്റെ തോട്ടത്തിൽ നിന്ന് കിളന്നിയും പറിക്കാണ്ട് എൻ്റെ കടയിൽ കച്ചവടം ചെയ്യണ്ടേ. അതിന് വേറെ സ്ഥലത്തേക്ക് ഇപ്പോൾ ഞാൻ പോവുകയാണ്. 2 തെങ്ങ് കയറി കൊടുത്താൽ മതി, 3000 രൂപ കിട്ടും. മാഷാ അല്ലാ. എന്തായാലും സാധാ ഞാൻ ആ പണിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എൻ്റെ പെമ്മിൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അള്ളാഹു റഹ്മത്തും ബർക്കത്തും തരികയാണെന്നുള്ളത് എനിക്കറിയില്ല. സോ അല്ലാ, ഞാൻ ഒന്ന് നന്നായിട്ടുണ്ട്. കാണാനില്ല, എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചാൽ ഉഷാറാവും. മനസ്സിനുള്ളിൽ വേദന ഉണ്ട് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭക്ഷണം തീറ്റി കുറവാക്കുക എന്ന് വെച്ചാൽ ടെൻഷൻ വരാൻ പാടില്ല. മനസ്സിന് എപ്പോഴും സന്തോഷം സമാധാനം വേണം. അവിടെ കാണാൻ ഇപ്പോൾ തെങ്ങ് കയറുന്ന ശരീരം അത് നേരെ മറിച്ച് ഒന്ന് എക്സസൈസ് എടുക്കാൻ വേണ്ടി പോയാൽ മതി. സ്ഥിരമായിട്ട് ഇങ്ങനെ ശരിക്കും ഒരു എക്സസൈസ് എടുക്കാൻ പോകുക എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. പിന്നെ ഇതൊക്കെ ഉണ്ടില്ല, ഞാനതൊന്നും ചെയ്യാൻ നിൽക്കലില്ല. നമ്മൾ തെങ്ങ് കയറലിനെ പരിപാടി. തെങ്ങ് കയറുമ്പോൾ തന്നെ നമ്മളെ ശരീരം നോക്കാണ്. കാണാണ്ടങ്ങൾക്ക് തെങ്ങ് കയറുന്ന ശരീരം നോക്കാണ്. ഞാൻ അതിപ്പോൾ ഇങ്ങനെ ആക്കിയുള്ളൂ, ഞാൻ ഇങ്ങനെ ആക്കിയിട്ടില്ല ചേട്ടാ, ഇങ്ങനെ ആക്കി. അപ്പോൾ നമ്മൾ കണ്ടില്ല എങ്ങനെ ശരീരം നോക്കാണ്. ഇത് ശരിക്കുള്ളതാട്ടാ, ഞാൻ ശരിക്കും പോലെ എടുത്തു തരാം. ശരിക്കും ഇങ്ങനെ എടുക്കും. തെങ്ങേറ നല്ലതാ ശരീരത്തിന്. ഇത് ജസ്റ്റൊക്കെ ഒന്ന് പൊന്തും, ആരോഗ്യമൊക്കെ ഉണ്ടാവും. എന്തായാലും ഒന്ന് ഒരു 3000 രൂപ കിട്ടാൻ പോവാണ്. അത് പോയിട്ട് പണിയെടുക്കട്ടെ. ആകെ 1 മണിക്കൂറിൻ്റെ പണിയുള്ളൂ. 1 മണിക്കൂറൊന്നുമില്ല, 1 മണിക്കൂർ പിടിച്ചോളി. ആ 1 മണിക്കൂർ കൊണ്ട് ഒരു 3000 രൂപയും കിട്ടും. കറണ്ട് ബില്ലൊക്കെ അടക്കാണ്ട്. അപ്പോൾ കറണ്ട് ബില്ല് അടക്കാണ്ട് പെണ്ണുങ്ങൾക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും പൈസ അയക്കണം. എന്തായാലും മിഞ്ഞാന്നിപ്പോൾ അയച്ചിക്കണം, 5000 രൂപ അയച്ചു കൊടുത്തിക്കണം ചെലവിന്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പടച്ചോൻ തന്നെ റഹ്മത്താണ്. ഒന്ന് പോയി നോക്കട്ടെ, ഒരു കേടുപാടും കൂടാതെ തെങ്ങിൻ്റെ മുകളിൽ കയറി ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. യാത്ര ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ എടുത്ത് വിട്ടേരുന്നുണ്ട്. ഓക്കെ. ഞായറാഴ്ച ദിവസം എനിക്ക് കുറച്ച് പൈസ കിട്ടാൻ പോവാണ്. ലോട്ടറി അടിച്ചെന്ന് പറയില്ല, ചില സമയത്ത് ഭാഗ്യം തെളിഞ്ഞു വരുന്ന സമയം ഉണ്ടല്ലോ. എല്ലാവർക്കും ചില സമയത്തുള്ള ഒരു ഭാഗ്യം പോലെ അല്ല ലോട്ടറി അടിക്കുക. ഈ ഒരു തെങ്ങ് ഇതാ കുറേ ദിവസമായി. ഇതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു തെങ്ങ്, അതുകൊണ്ട് അവിടെയുണ്ട് ഒരു തെങ്ങ്. ഞാൻ ഇപ്പോൾ രാവിലെ ഞായറാഴ്ച പുലർച്ചെ വന്നതാണ്. ഞാൻ എൻ്റെ തോട്ടത്തിലെ പണിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ ഈ 3 തെങ്ങ് കയറി കൊടുത്താൽ ഒരു 4000 രൂപ എനിക്ക് തരും. പിന്നെ തെങ്ങ് അതിനത്ര വലിപ്പമൊന്നുമില്ല, ഈ ചെറിയ തെങ്ങാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടില്ല, ആരെങ്കിലും തരും 4000 രൂപ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അതിൻ്റെ തൊട്ടടുത്ത് അവിടെ അതിൻ്റെ അപ്പുറത്ത് ഒരു 2 തെങ്ങുണ്ട്, അതിൽ നിന്ന് ഒരു 3000 രൂപ ആവും തരും. ഇളനീനൊന്നും ഇല്ല കേട്ടോ, ഇളനീനൊക്കെ അവർക്ക് കൊടുക്കണം. ഇതിമത്തെ ഇളനീനൊക്കെ അവർക്ക് കൊടുക്കുക. നമ്മൾ തെങ്ങ് കയറിയിട്ട് ഓലയും തേങ്ങയാണ് വെട്ടി ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിമെന്ന് 4000 രൂപയും കിട്ടും, അപ്പുറത്തുമെന്ന് 3000 രൂപയും കിട്ടും. അപ്പോൾ ഇതിമേ ഏകദേശം 1 മണിക്കൂറിൻ്റെ പണിയുണ്ട്, അപ്പുറത്ത് 1 മണിക്കൂറിൻ്റെ പണിയുണ്ട്. 2 മണിക്കൂർ കൊണ്ടാണ് 7000 രൂപ കിട്ടണത്. നമ്മുടെ നാട്ടിലാരെങ്കിലും തരുമോ? നാട്ടിൽ നമ്മൾ തെങ്ങ് മുറിക്കുന്നതിനെ കൊടുക്കണം 2500-3000 രൂപ. ആ സ്ഥാനത്ത് പക്ഷേ കുറച്ച് കണ്ടമാനം കാറുണ്ട് കേട്ടോ. ആ കാറൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ച് നല്ല നാട്ടിലെ പോലാണ്ട് വെട്ടിയിട്ട് താഴ്ത്തി കിടാനൊന്നും പറ്റില്ല, കയറിട്ടിട്ട് ഇറക്കും പിടിക്കൊക്കെ വേണം. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് വെച്ചാൽ കുറേ ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇത് കയറാൻ വേണ്ടി ഇന്ന് വന്നത് ഞായറാഴ്ച. അപ്പുറത്തും വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തിക്കുക, അവിടെ 2 തെങ്ങുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ദുആയാണ്. എൻ്റെ ഉമ്മൻ്റെ കൂടെ വന്ന് നിന്നിട്ട് അവർ മകൻ്റെ കയ്യിൽ സമ്പത്ത് വന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ദുആയാണ് വന്നിക്കണേ. അമ്മയുടെ പ്രാർത്ഥന ആയിരിക്കും, മാതാപിതാക്കളുടെ പ്രാർത്ഥന. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കട്ടാക്കട്ടെ 1 മിനിറ്റ്. നീന്തറിയാമോ? ആരോട്? ഓ
എന്താ ഭയങ്കര പിടിപാടാ അവൾക്ക്. എല്ലാം അറിയാട്ടോ, നീന്തൽ അറിയാം, എല്ലാം അറിയാം. ഇതൊരു 5-6 പേരെ അറിയില്ല താഴ്ചയുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഒരു കാര്യം ചെയ്യേ, നീയേ നിന്റെ ബോൾ വെച്ചടിക്കാൻ പണ്ടാറങ്ങാനായിട്ട് പോയിട്ട് തെങ്ങ് കയറിനി. മതി. ഇതാണ് ആ 2 തെങ്ങിട്ടാ. ഇവിടെ വണ്ടി കൊടുത്ത് നിർത്തിക്കുകയാണ്. ആ 2 തെങ്ങ് കയറി കൊടുത്താൽ ഇതൊരു 3000 3500 രൂപ കിട്ടും. മറ്റൊരു 4000 രൂപ കിട്ടും. അപ്പം അങ്ങനെ ഞായറാഴ്ച വന്നിട്ട് ഇപ്പോൾ എൻ്റെ പണികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് കയറാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പടച്ചോൻ തന്ന റഹ്മത്താണ്. കറണ്ട് ബില്ല് അടക്കാണ്ട് അങ്ങനെ കുറച്ച് പൈസയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പൈസ കറണ്ട് ബില്ല് അടക്കാനും അതുപോലെ പല ചില്ലറ പൈസ ഇതുണ്ട്. കടങ്ങൾ വേറെ ഉണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ എന്തായാലും പടച്ചോൻ തന്ന റഹ്മത്താണെന്ന് ലോട്ടറി അടിച്ച ദിവസമാണ്. ഓക്കെ, എല്ലാവരോടും ഇനി ഇതിൻ്റെ വീഡിയോ ഒക്കെപ്പാടെ കൂടി പിന്നെ വിടാം. എന്തായാലും വേഗം പുലർച്ചെ വന്നാൽ നേരത്തെ കാലത്ത് പണി തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഞായറാഴ്ച അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി. എനിക്ക് കിട്ടിയ റഹ്മത്ത് അള്ളാഹ് തന്ന റഹ്മത്താണ്. മാതാപിതാക്കളാണ്. ഉമ്മാനിപ്പാനി നമ്മൾ പൊന്നു പോലെ നോക്കിയാൽ പടച്ചോങ്ങനെ റഹ്മത്ത് തന്നുകൊണ്ടിരിക്കും. തന്തനെയും തള്ളനെയും ഒരിക്കലും നമ്മൾ കണ്ണീര് പിടിപ്പിക്കരുതിട്ട്. അല്ലാഹ് നമ്മുടെ കട്ടാക്കട്ടെ. ഈ തെങ്ങ് എന്ന് പറയുന്നത് കേരളീയർക്ക്, മലയാളികൾക്ക് ഭയങ്കര വൈകാരിക അടുപ്പമുണ്ട്. കേരളം എന്ന പേര് വന്നത് തന്നെ കേരളം അങ്ങനെയാണെന്ന് പറയാറുണ്ട്. കേരം തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ ഉള്ള നാടാണ്. അപ്പോ തെങ്ങ് മലയാളികൾക്ക് വൈകാരികമായ അടുപ്പമുള്ള ഒരു മരമാണ്. മുംബൈയിലെ നഗരത്തിലും കാണാം നിരവധി തെങ്ങുകൾ. തിരക്ക് പിടിച്ച നഗരത്തിൽ തെങ്ങ് കയറാൻ ഒരു മലയാളിയുമുണ്ട്. മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങുകയറ്റ വിശേഷങ്ങളാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവെക്കുന്നത്. അപ്പം മുംബൈയിലെ തെങ്ങുകൾ, മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങുകയറ്റം കണ്ടിട്ട് വരാം. നമസ്കാരം. കേരം തെങ്ങും കേരള നാട്ടിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് വേണം മുംബൈയിലേക്ക് എത്താൻ. മുംബൈയിലെത്തി നിൽക്കുമ്പോൾ അവിടെയും നിരവധി തെങ്ങുകൾ. മുംബൈ നഗരത്തിനകത്തുള്ള ഇത്രയധികം തെങ്ങുകളുള്ളപ്പോൾ അതിലൊക്കെ കയറുന്നത് ആരാകും, തേങ്ങയിടുന്നത് ആരാകും? ആ അന്വേഷണം ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ഒരു മലയാളിയിലാണ്. ആ മലയാളിയെ നമുക്ക് നേരിൽ കണ്ട് പരിചയപ്പെട്ട് വിശേഷങ്ങൾ ചോദിക്കാം. മുംബൈ നഗരത്തിൽ തേങ്ങയിടുന്ന ആ മലയാളി മുഹമ്മദ് റാഫി ഇപ്പൊ എൻ്റെ ഒപ്പം ഉണ്ട്. റാഫിക, ഇന്നത്തെ പണി കഴിഞ്ഞോ? ഇന്നത്തെ പണി കഴിഞ്ഞ് ഗേറ്റ് വേക്ക് മുന്നിലാണ് അല്ലേ? ഗേറ്റ് ഈ ഭാഗത്താണ് തെങ്ങ് കയറുന്നത്. ഈ നാട്ടിലെ തേങ്ങ ഇടുന്ന പോലെയല്ല ഇതിവിടെ. ഈ സിറ്റിയാണ്, താഴെയൊക്കെ വണ്ടികൾ ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ? നല്ല ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ചിട്ട് ഇതിന്റെ ജോലി ചെയ്യാണ്. കാരണം ഇതിന്റെ ചരിത്രങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷം 9 വയസ്സിൽ ബോംബെ നഗരത്തിലേക്ക് ചാടിയ ഒരു വ്യക്തിയാണ്. 9 വയസ്സിൽ വന്നോ? 9 വയസ്സിൽ, വളരെ കുട്ടിയാകുമ്പോൾ. 9 വയസ്സിൽ ഞാൻ വളരെ മുംബൈ നഗരവാസികളുടെ തലയിൽ തേങ്ങ വീഴാതെ സുരക്ഷിതരാക്കുന്ന ഒരു മലയാളിയെ ഇനി പരിചയപ്പെടാം. തെങ്ങ് കയറ്റക്കാർക്കിടയിൽ വ്യത്യസ്തനായ മുഹമ്മദ് റാഫി. മുംബൈക്കാർക്ക് ഏറെ വേണ്ടപ്പെട്ടയാളാണ് ഈ കുറ്റിപ്പുറക്കാരൻ. തെങ്ങിൽ കയറാനായിട്ട് തളപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് മുഹമ്മദ് റാഫി. മുംബൈ കോർപ്പറേഷൻ ചില കുഴപ്പം പിടിച്ച തെങ്ങുകളുടെ കാര്യം വരുമ്പോൾ റാഫിയെ വിളിക്കും. റാഫി വിളിച്ചിട്ട് എന്താണ് റാഫി വിളിച്ചിട്ട് പറയാ? അല്ല, ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, ഒന്ന് വേഗം പോയിട്ട് ആ തെങ്ങിന്റെ മുളന്ന് കയറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ അവിടെ എത്തും. മറ്റുള്ള തെങ്ങറ്റക്കാരെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ അവർക്കൊന്നും ഈ റിസ്ക്കുള്ള തെങ്ങിന്റെ മുള അവർക്ക് കയറാൻ പറ്റില്ല. കയ്യിൽ ചെറിയൊരു മരച്ചില്ല് പിടിച്ചാണ് റാഫിയുടെ തെങ്ങ് കയറ്റം.
അതിനൊരു കാരണമുണ്ട്. ആക്രമണകാരികളായ പരുന്തുകളെ തുരത്താനുള്ള വിദ്യയാണത്. നാട്ടിലേതുപോലെയല്ല ഇവിടെ. മിക്ക തെങ്ങുകളിലും പരുന്തിന്റെ കൂടുണ്ടാകും. ഈ തെങ്ങിന്റെ മുകളിൽ കയറുമ്പോ ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ആട്ടുമ്പോഴാണ് ആ പരുന്ത് ഇവിടെ വന്ന് ചെവി ഉണ്ടല്ലോ, ഈ മുഖം കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് മാറ്റി. ഇവിടെ പല തവണ എനിക്ക് അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന് ഈ തൊപ്പിയും വെക്കും ഇതും വെക്കും, എന്നിട്ട് ഇങ്ങനെ വീശിട്ടാണ് അതിന്റെ മുകളിൽ പോവുക. തേങ്ങയിൽ നിന്നുള്ള ലാഭമൊന്നും കോർപ്പറേഷന് വേണ്ട. റോഡരികിലെ തെങ്ങുകളിൽ നിന്ന് വളരെ സുരക്ഷിതമായി തേങ്ങയും മടലും വെട്ടിയിറക്കണം. ആ റിസ്ക് ഏറ്റെടുക്കാൻ റാഫി എപ്പോഴും തയ്യാറാണ്. കരാർ അടിസ്ഥാനത്തിലാണ് ജോലി. ആദ്യം നാട്ടിൽ നിന്ന് തെങ്ങുകയറ്റക്കാരെ എത്തിച്ചിരുന്നു. പിന്നെ ആളെ കിട്ടാതായതോടെ റാഫി തന്നെ രംഗത്തിറങ്ങി. ഞാൻ എവിടെയെങ്കിലും ഒരു തെങ്ങ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പണിയും ഞാൻ അത്ര അപകടം പിടിച്ച ഏത് വാഹനത്തിന്റെ ഈ തെങ്ങിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വാഹനം നിർത്തിയിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് അവർ തേങ്ങ പോലും വീഴാതെയാണ് എൻ്റെ വർക്ക്. നേരം മറ്റേ തെങ്ങേറ്റക്കാർ വരും, പക്ഷെ അവരെ കൊണ്ട് പറ്റൂല. കോർപ്പറേഷൻ എന്നല്ല, ആര് സഹായം ആവശ്യപ്പെട്ടാലും രാവിലെ നഗരത്തിലെ തിരക്കേറും മുൻപ് ഒരു സഹായിയെയും കൂട്ടി റാഫി എത്തും. തെങ്ങ് കയറി കിട്ടുന്ന ഈ കരിക്കും തേങ്ങയും തന്നെയാണ് വരുമാനം. തൻ്റെ ഇളനീർ കടകളിലേക്കാണ് ഇത് എത്തിക്കുന്നത്. തെങ്ങിനൊപ്പമുള്ള മറുനാട്ടിലെ ഈ യാത്ര തുടങ്ങിയിട്ട് വർഷം 13 പിന്നിടുന്നു. റിസ്ക് ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസമാണ് ഈ കുറ്റിപ്പുറംകാരന് എന്നും കരുത്ത് പകരുന്നത്. ജെയ്സ് നിർമ്മല കുര്യൻ, മനോരമ ന്യൂസ്, മുംബൈ.